ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കലത്തപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരി ഒരു 3 മണിക്കൂറോളം കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. 3 മണിക്കൂറൊക്കെ അതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. പച്ചരി നന്നായിട്ട് തന്നെ കഴുകി ഇതുപോലെ ഒരു അരിപ്പയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്തൊരു മിക്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ തിളച്ച് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഈ നല്ല ചൂടോട് കൂടി തന്നെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ശർക്കരയിൽ കച്ചറയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇത് കലത്തപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കലത്തപ്പം റെഡിയാക്കാനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ആ മിക്സ് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ടൈമിൽ നന്നായിട്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നന്നായിട്ട് തന്നെ ചൂട് വേണം. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബബിൾസൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കലത്തപ്പം വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് ഈ അപ്പം വെന്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടുണ്ട് ടൂത്ത് പിക്കോ കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ അതിന്മേൽ ഒട്ടിപ്പിടിക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.